നർമ്മദാ നദിയുടെ കരയോട് ചേർന്ന് പല ഗ്രാമങ്ങൾ പിന്നെ പട്ടണങ്ങളും ഉണ്ടായിരുന്നു. ഈ കഥ 2 ഗ്രാമങ്ങളെ പറ്റിയുള്ളതാണ്, ശിഖ പിന്നെ ഭൂഷ. ഒരു ദിവസം എന്നത്തെയും പോലെ ശിഖ ഗ്രാമത്തിലെ രാജു നർമ്മദാ നദിയിൽ മീൻ പിടിക്കാൻ വലയെറിഞ്ഞപ്പോൾ ഒരു ദിവസമായിട്ട് വലയിടുക, ഒറ്റ മീൻ പോലും കിട്ടിയില്ല. അമ്മേ ഗംഗമ്മേ, ഇപ്രാവശ്യമെങ്കിലും ഒരുപാട് മീൻ എനിക്ക് കിട്ടണേ. അങ്ങനെ പ്രാർത്ഥിച്ച് വലയെടുത്തു നോക്കിയപ്പോൾ അതിൽ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു. സന്തോഷത്തിൽ എല്ലാ മീനുകളും അവൻ കുട്ടയിലെടുത്തിട്ടു. ആ മീനുകളുടെ നടുക്ക് ഒരു കാലിക്കുപ്പി ഉണ്ടായിരുന്നു, എന്നാൽ അത് അടച്ചിരുന്നു. ഏതാടാ ഈ മണ്ടൻ കാലിക്കുപ്പി അടച്ചു വച്ചിരിക്കുന്നത്? അങ്ങനെ വിചാരിച്ച് ആ കുപ്പി അവിടെ വലിച്ചെറിഞ്ഞ് മീനുകളെല്ലാം മാർക്കറ്റിലേക്ക് എടുത്തുകൊണ്ടുപോയി വിൽക്കുന്നതിനായി. അടുത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഗൗരി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയ്യട മനമേ, ഇന്ന് ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ടല്ലോ. എന്തോ ചാരായ ബോട്ടിലും കിട്ടിയിട്ടുണ്ടല്ലോ. രാജു വലിച്ചെറിഞ്ഞ കുപ്പി ചാരായ കുപ്പിയാണെന്ന് കരുതി ഗൗരി ഉടനെ ഓടി വന്ന് ആ ബോട്ടിലങ്ങ് തുറന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു കറുത്ത പുക വന്ന് പെട്ടെന്നൊരു സുന്ദരിയായ യുവതി പ്രത്യക്ഷപ്പെട്ടു. പ്രിയനേ, പ്രിയനേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നോ? ഹയ്യടമ്മ, എന്റെ പേര് പ്രിയതമനും മണവാളനും ഒന്നുമല്ല. എന്റെ പേര് ഗൗരി എന്നാ. ഗൗരി, ഓ ഗൗരി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നോ? ആ, ഞാനും നിന്നെ സ്നേഹിക്കുന്നു. നീ വളരെയധികം സുന്ദരിയാണ്. അയ്യട മനമേ, എന്റെ അമ്മച്ചിയെ, പിശാച് രക്ഷിക്കണേ ദൈവമേ. മനസ്സ് നോക്കാതെ രൂപം നോക്കി സ്നേഹിക്കുന്ന നീ മനുഷ്യനായിരിക്കാൻ യോഗ്യനല്ല. ജീവനുള്ള മരമായി മാറ്. അങ്ങനെ പറഞ്ഞതും ഗൗരി ഒരു വലിയ പനമരമായി മാറി. ഇതൊന്നും അറിയാതിരുന്ന രാജു ക്ഷീണിതനായതുകൊണ്ട് വീട്ടിലേക്ക് വന്നു. ഇന്നത്തെ എന്റെ സമ്പാദ്യം കണ്ടാൽ ലക്ഷ്മി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ഉത്സവത്തിന് നാട്ടിലെ പോയിരിക്കുക അവള്. വേഗം വന്നാൽ നന്നായിരിക്കും. അങ്ങനെ വിചാരിച്ച് അവൻ ഉറങ്ങി. അടുത്ത ദിവസം എഴുന്നേറ്റ് മീൻ പിടിക്കാൻ പോകാം എന്ന് കരുതിയപ്പോൾ ഇന്നലെ വിറ്റ മീനിന്റെ പൈസ കൊണ്ട് നമുക്ക് ഒരാഴ്ച വരെ പിടിച്ചു നിൽക്കാം. ഞാനിനി വീട്ടിൽ കിടന്ന് വിശ്രമിക്കാൻ പോകുക. അങ്ങനെ മടിയോടെ അവൻ കിടന്നുറങ്ങി. പ്രിയനേ, പ്രിയനേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീയും എന്നെ സ്നേഹിക്കുന്നോ? ആ, സ്നേഹിക്കുന്നു. വളരെ സുന്ദരിയായ പെണ്ണല്ലേ നീ. അപ്പോൾ ഇപ്പോഴും നീ സ്നേഹിക്കുന്നു? എന്റെ ദൈവമേ, പിശാച്, അമ്മേ. മനസ്സ് നോക്കാതെ രൂപം നോക്കി സ്നേഹിക്കുന്ന നീ മനുഷ്യനായി ജീവിക്കണ്ട. ജീവനുള്ള മരമായി മാറ്. അടുത്ത ദിവസം വൈകുന്നേരം നാട്ടിലേക്ക് പോയ രാജുവിന്റെ ഭാര്യ തിരിച്ചു വന്നു. ഭർത്താവ് വീട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ടതും, അയ്യോ എന്റെ മടിയൻ ഭർത്താവേ, 2 ദിവസം ഞാൻ ഗ്രാമത്തിൽ ഇല്ലാത്തത് കൊണ്ട് ജോലിക്കൊന്നും പോകുന്നില്ലേ? നമ്മൾ എങ്ങനെ കഴിക്കും? ഒരു ആഴ്ച കുത്തിയിരുന്ന് തിന്നാ പോലും തീരില്ല. ഇന്നലെ ഒരുപാട് മീനെ കിട്ടി. രാജു ഇന്നലെ നടന്നതെല്ലാം പറഞ്ഞു. എന്താ, മീൻ വലയിൽ കാലിക്കുപ്പിയോ? അതും അടപ്പ് വെച്ചടച്ചോ? അതെന്തിനാ വലിച്ചെറിഞ്ഞത്? ഇനി അതില് വല്ല ദേവകന്യകയും ഉണ്ടായിരുന്നോ ആവോ? വല്ല വരവും ചോദിക്കായിരുന്നു. വരം തന്നായിരുന്നെങ്കിൽ നമ്മൾ കോടീശ്വരന്മാരായനെ. ഓടിയും മലം കുരങ്ങേ, ഇനി ആ കുപ്പിയിൽ വല്ല പ്രേതത്തിനെയോ പിശാചിനെയോ ആത്മാവിനെയോ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ വടിയായി പോയനെ. പ്രേതമോ ദേവതയോ മന്ത്രവാദിയോട് ചോദിച്ചാൽ പറയുമായിരുന്നല്ലോ. നിങ്ങൾ പോയി കുപ്പി എടുത്തുകൊണ്ടുവാ. നോക്കി അത് തുറക്കരുത് കേട്ടോ. ശരി ശരി, പോകാം. ഈ പെണ്ണും പിള്ളകളുടെ ഒരു കാര്യം, ഭർത്താവിന്റെ ജീവനെല്ലാം ഇവർക്ക് പല്ലിവാലിന്റെ സമമാ.
ഛേ, എന്റെ ഗതികേട്. സുഖമാറ്റൊന്ന് കിടന്ന് ഉറങ്ങാൻ പോലും വിടില്ല. അങ്ങനെ പുലമ്പിക്കൊണ്ടവൻ നദിക്കരയിലേക്ക് പോയി. അവിടെ ആ ബോട്ടിൽ എല്ലാ സ്ഥലത്തും അവൻ തേടി. അവിടെ പെട്ടെന്ന് വളർന്ന മരം കണ്ട് എന്റെ ചെറുപ്പകാലം മുതലേ ഞാൻ ഇവിടുന്ന് മീൻ പിടിക്കുന്നത്. ഇതുവരെ ഇവിടെ ഇല്ലാത്ത മരം ഒറ്റ ദിവസം കൊണ്ടങ്ങനെ ഇത്രയും മുളച്ചു വന്നത്. അങ്ങനെ ചിന്തിച്ച് സംശയത്തോടെ അടുത്തു നോക്കിയപ്പോൾ അവിടെ ഗൗരിയുടെ വല, മീൻ, പിന്നെ കാലിക്കുപ്പിയും ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, ആ ഗൗരിയാണോ ഈ കുപ്പി വന്ന് തുറന്നത്? എനിക്ക് എന്തോ സംശയം തോന്നുന്നു. വേഗം ഫക്കീർ ബായുടെ അടുത്തേക്ക് പോകാം. അങ്ങനെ ചിന്തിച്ച് ലക്ഷ്മിയും വിളിച്ചവൻ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയി. മന്ത്രവാദി കാലിക്കുപ്പി കണ്ട്, രാജു, നിനക്ക് അറിയാമോ ഇല്ലയോ, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പുരുഷന്മാരെ കാണാതെയായിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ തന്നെ ഈ കുപ്പി കിട്ടിയ സ്ഥലത്തേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഈ കാണാതായിരിക്കുന്നവർക്കും ഈ കുപ്പിക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞവർ 3 പേരും നദിക്കരയിലേക്ക് പോയി. രാജു ആ പനമരം മന്ത്രവാദിയെ കാണിച്ച്, ഫക്കീർ ബായ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മരം ഇവിടെ കണ്ടിട്ടില്ല. ഇത് രാത്രിക്ക് രാത്രി മുളച്ചു വന്നതാണോ? ഷാഖ് ഷാഖ് ബിഷാഖ്, ഷാഖ് ഷാഖ് ബിഷാഖ്. ഉടനെ മന്ത്രവാദി മന്ത്രം ചൊല്ലി മരത്തിൽ കൈവച്ച് നോക്കിയപ്പോൾ മരത്തിൽ നിന്നും ഹൃദയത്തുടിപ്പുകൾ കേൾക്കാമായിരുന്നു. ആരാണ് നീ? എങ്ങനെയാണ് മരമായി മാറിയത്? അങ്ങൊന്നേ, ഞാൻ ഗൗരിയാണ്. ആ കുപ്പിയിൽ നിന്ന് വന്ന പ്രേമപിശാചാണ് എന്നെ ഇങ്ങനെ മരമാക്കി മാറ്റിയത്. എന്നെ മനുഷ്യനാക്കി മാറ്റുമോ നിങ്ങൾ? രാജു, ഈ കുപ്പിയിലുള്ള പ്രേതമാണ് എല്ലാവരെയും മരമാക്കി മാറ്റിയിരിക്കുന്നത്. അതിന്റെ കഥ എന്താണെന്നറിഞ്ഞാലേ നമുക്ക് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയൂ. പിശാചിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഗ്രാമജനങ്ങളെ രക്ഷിക്കണം. എന്റെ മണ്ടൻ ഭർത്താവേ, ബോധമുണ്ടോ ഇല്ലയോ? നിങ്ങൾക്കെന്തിനാ ഇതൊക്കെ? വാ, വീട്ടിൽ പോകാം. ഞാൻ കാരണമാണ് ആ പിശാചി ഗ്രാമത്തിലേക്ക് വന്നത്. ഈ കുപ്പി കിട്ടിയപ്പോൾ തന്നെ അത് നദിയിലേക്ക് വലിച്ചെറിയേണ്ടതായിരുന്നു. തെറ്റ് ചെയ്തു പോയി ഞാൻ. രാജു, ഇത് കയ്യിൽ വെച്ചോളൂ. ഇത് നെറ്റിയിൽ കെട്ടിയിട്ട് ഈ രാത്രി ഗ്രാമത്തിൽ സഞ്ചരിക്ക്. ആ പിശാചിനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ പറഞ്ഞ മന്ത്രം ചൊല്ല്. വേണ്ട വേണ്ട, നിങ്ങൾ പോകണ്ട. നിങ്ങളെയും അത് മരമാക്കി മാറ്റും. പേടിക്കണ്ട ലക്ഷ്മി, ഈ മാന്ത്രിക കയറ് നെറ്റിയിൽ ഉള്ളിടം വരെ ആ പിശാചി ഒന്നും ചെയ്യില്ല. അതുപോലെ ബോട്ടിലിൽ അടച്ചു കഴിഞ്ഞ് 3 മണിക്കൂറുകൾക്ക് ശേഷം അവൾക്ക് ശക്തി കൂടി അവൾ പുറത്തേക്ക് വരും. അതിനുള്ളിൽ നമ്മൾ എല്ലാം ചെയ്തു തീർക്കണം. ഞാൻ പോയി അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. പേടിക്കണ്ട രാജു, ധൈര്യമായി പോകൂ. മന്ത്രവാദി പറഞ്ഞതുപോലെ രാജു രാത്രിയിൽ ഗ്രാമം ചുറ്റിക്കറങ്ങി. അപ്പോൾ ആ പ്രേതം അവന്റെ മുൻപിൽ വന്നു. പ്രിയനേ, പ്രിയനേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീയും എന്നെ സ്നേഹിക്കുന്നോ? ആ, സ്നേഹിക്കുന്നു. അപ്പോൾ ഇപ്പോഴും നീ എന്നെ സ്നേഹിക്കുന്നോ? എന്റെ ദൈവമേ, പിശാച്! ഹാ, സ്നേഹിക്കുന്നു. നിനക്കെന്താ? നീ സുന്ദരിയല്ലേ? സത്യമായിട്ടും? ആ, സത്യം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീയാണ് എന്റെ കാമുകി. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടുമുട്ടി. ബൂം ഷാഖ് ഷാഖ് പിശാഖ്. ബൂം ഷാഖ് ഷാഖ് പിശാഖ്. മന്ത്രവാദി അതിനുള്ളിൽ എല്ലാ ഏർപ്പാടും ചെയ്ത് ആ പ്രേതത്തെ നക്ഷത്രക്കോലത്തിന്റെ നടുക്കു വെച്ചു പറഞ്ഞു. പറയൂ പിശാചേ, എന്തിനാണ് ഞങ്ങളുടെ ഗ്രാമജനങ്ങളെ നീ മരമാക്കി മാറ്റുന്നത്? സത്യത്തിൽ ആരാ നീ? മരമായവരെ മനുഷ്യനാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയൂ. പറയാം. എന്റെ ഗ്രാമം ഭൂഷ. ഞങ്ങൾ വളരെ സമ്പന്ന കുടുംബമാണ്. എന്റെ ചെറുപ്പത്തിൽ അമ്മ മരിച്ചതുകൊണ്ട് എന്റെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചു. അവർക്കും കുഞ്ഞുണ്ടായി. അനിയത്തിയുടെ പേര് വനജ. എന്നാൽ എന്റെ ചിറ്റയ്ക്ക് എന്നെ ഇഷ്ടമല്ല. അനിയത്തിയേക്കാൾ ഞാൻ സുന്ദരിയായതുകൊണ്ട് എപ്പോഴും എന്നെ വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ വിഷമിച്ചിരുന്നു. എന്നാൽ ഞാൻ സഹിച്ചുകൊണ്ടേ ജീവിച്ചു. എന്നെങ്കിലും ഒരു ദിവസം എന്നെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയാൽ സുഖമായി ജീവിക്കാമെന്ന് ഞാൻ കരുതി. എന്നാൽ ചിറ്റ അനിയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കി, എന്റെ സ്വത്തിന് വേണ്ടി. എന്നാൽ അവരുടെ അനിയൻ വൃത്തികെട്ടവനാണ്, കൊടിയനും. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് അവർ 3 ഒത്തുചേർന്ന്
എടാ അനിയ, ഇവളുടെ സൗന്ദര്യം കണ്ട് ആരെങ്കിലും കല്യാണം കഴിച്ചാൽ അവളോടൊപ്പം ആ സ്വത്തും അങ്ങ് പോകും. ഇവളെ നമ്മൾ വിരൂപയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആരും ഇവളെ കല്യാണം കഴിക്കില്ല. അപ്പോൾ അവൾ നിന്നെ തന്നെ കല്യാണം കഴിക്കും. അതെ അമ്മേ, അവൾക്ക് സുന്ദരിയാണെന്നുള്ള അഹങ്കാരമാ. ഇത് കണ്ടോ, കാട്ടിലെ കരിന്തേളിൽ നിന്നും കരിമ്പല്ലിയുടെ രക്തത്തിൽ നിന്നും എടുത്ത ഈ മിശ്രിതം. ഇത് ജലജ കുളിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഓരോ ദിവസവും ഓരോ തുള്ളി ഒഴിക്ക് അവൾ വിരൂപയായി മാറിപ്പോകും. 3 പേരും ചേർന്ന് എന്നെ വിരൂപയാക്കി. അതിനുശേഷം ആരും എന്നെ കല്യാണം കഴിക്കാൻ മുതിർന്നതേ ഇല്ല. രൂപം നോക്കാതെ മനസ്സ് നോക്കി സ്നേഹിക്കുന്ന ഒരാൾ വരുമോ എന്ന് ഞാൻ ഓർത്ത് കരഞ്ഞിരുന്നു. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. ചിറ്റ അനിയനെ കല്യാണം കഴിപ്പിക്കാൻ അച്ഛന്റെ കയ്യിൽ നിന്നും സമ്മതം വാങ്ങി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ മലയുടെ മുകളിൽ നിന്നും ഞാൻ ചാടി ആത്മഹത്യ ചെയ്തു. എന്റെ ശരീരം കുറുക്കന്മാർ തിന്നു. എല്ലും ഹൃദയവും മാത്രമാണ് ബാക്കി വന്നത്. അന്ന് ഞാൻ എന്റെ പക കാരണം പ്രേതമായി മാറി. ചിറ്റയും അനിയത്തിയെയും ഞാൻ കൊന്നു. എന്നാൽ ആ ജയരാജ് ഒരു ദുർമന്ത്രവാദിയെ കൊണ്ട് എന്നെ ബന്ധിപ്പിച്ച് കുപ്പിയിലടച്ചെന്നെ നദിയിൽ ഒഴുക്കി വിട്ടു. ഞാൻ വെള്ളത്തിൽ ഒഴുകി നിങ്ങളുടെ ഗ്രാമത്തിലെത്തി. നിന്റെ മരണത്തിന് കാരണമായ ആ ജയരാജിനോട് നീ പകരം വീട്ടാതെ എന്തിന് ഞങ്ങളുടെ ഗ്രാമജനങ്ങളെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്യുന്നു? പ്രേമ പിശാചിനെ അടച്ചുവെച്ച് 3 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് അത് കുപ്പി പൊട്ടിച്ച് വെളിയിൽ വന്നു. എന്റെ ദൈവമേ, ചത്തു! എന്തെങ്കിലും ഒന്ന് ചെയ്യണോ ഫക്കീറെ? പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. മനസ്സ് നോക്കാതെ രൂപം നോക്കി സ്നേഹിക്കുന്ന പലരെയും ഞാൻ ജീവനുള്ള മരമായി മാറ്റി. എന്നാൽ രാജു എന്റെ വിരൂപ രൂപത്തെ കണ്ടിട്ടും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ ആഗ്രഹം തീർന്നു. അവരെല്ലാവരും വീണ്ടും മനുഷ്യരായി തന്നെ മാറും. ജലജെ, നീ എന്ത് നല്ലവളാണ്. നിന്റെ നല്ല മനസ്സിനെ ഞാൻ സത്യമായിട്ടും സ്നേഹിക്കുന്നു. നിന്റെ മരണത്തിന് കാരണമായ ജയരാജിനെ നീ ഒന്നും ചെയ്തില്ലേ? ഞാൻ കുപ്പിയിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ തന്നെ അവനെയും അവനെ സഹായിച്ച മന്ത്രവാദിയെയും കൊന്നു. രാജു, നീയാണ് എന്റെ കാമുകൻ. ഞാൻ എപ്പോഴും നിന്നെ സ്നേഹിക്കും. പോയിട്ട് വരാം.